ഇവിടെ കർണാടകയിൽ ഓയിൽ പ്രൈസ് കൂട്ടി, പെട്രോൾ പ്രൈസ്. എന്താ കാരണം? കഴിഞ്ഞ ഇലക്ഷൻ ജയിക്കാനായിട്ട് കർണാടകയിൽ കുറേ വാരി വിതറലുകൾ നടത്തി, വാഗ്ദാനങ്ങൾ. ഗവൺമെൻറ്റിന് വല്ലവൻ്റെയും പൈസ ഇല്ല ഇങ്ങനെ പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. അത് ഞാനിവിടെ വന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇവിടെ ഞാൻ അന്ന് ഇവിടുത്തെ ആ പദ്ധതിയിലെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വന്ന് വീണ്ടും പറയുകയാണ്. 1 വർഷത്തിനുള്ളിൽ ഫലം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇത് പറഞ്ഞാണ് ഇവിടെ. ഡിപ്ലോമക്കാർക്ക് മാസക്കൂലി, ഡിഗ്രിക്കാർക്ക് മാസക്കൂലി, അതോടൊപ്പം തന്നെ ഇത്തരം സൗജന്യങ്ങൾ. 54,000 കോടി രൂപയുടെ അധിക ചിലവ്. ഭരണം കിട്ടി, പല കാരണങ്ങൾ കൊണ്ടും ഇതുകൊണ്ടും ഭരണം കിട്ടി. പിന്നെന്താ സംഭവിച്ചത്? ഈ ചിലവ് താങ്ങാനാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ബസ്സുകാർ തന്നെ ഉണ്ട് 28 കോടി രൂപയുടെ നഷ്ടം അവർക്ക്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണ്ടേ? അവർ വണ്ടി ഓടിക്കത്തില്ലല്ലോ. സ്ത്രീകളെല്ലാം കയറുന്നു. സ്ത്രീകൾക്ക് എവിടെയും പോകാനായിട്ടുള്ള എന്നുവെച്ചാൽ മേളിലുള്ള ചീഫ് സെക്രട്ടറി സ്ത്രീ മുതൽ താഴെ ഉള്ള സ്ത്രീയാണെന്ന് തെളിയിച്ചാൽ മതി, അവിടെയുള്ള കന്നഡികയാണെന്ന് തെളിയിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതും തെളിയിക്കണം കേട്ടോ. ആധാർ കാർഡ് കൊടുത്താൽ. അപ്പം പണമില്ല. അപ്പോൾ 3 രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും കൂട്ടുകയാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. കേരളത്തിൽ ഒട്ടും വാർത്തയല്ല. കേരളത്തിൽ വാർത്തയാവണമെങ്കിൽ ഇത് അല്ല ഊപ്പിയിലെങ്ങാനും കൂട്ടണം. ഊപ്പി കൂട്ടുകയാണെങ്കിൽ കേരളത്തിൽ വാർത്തയാണ്. നോക്കും, കർണാടകയിൽ 3 രൂപ വെച്ച് കൂട്ടിയിരിക്കുകയാണ്. വേറെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൂട്ടുന്നില്ല. കേരളത്തിലെ ഗവൺമെൻറ് കൂട്ടിയാലും പ്രശ്നമാണ്. പക്ഷേ ഇതൊരു പ്രശ്നമില്ല. ഇനി ഇത് മാത്രമോ വേറെ ഓരോന്നിങ്ങനെ വരുന്നുണ്ട് ജനങ്ങളിലേക്ക് ഈ സാധനം. അതായത് ഇവരുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ജനങ്ങളുടെ ടാക്സ് ആണ് വാങ്ങിക്കുന്നത്. ഒരാൾക്ക് സൗജന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോർലോടെ ഇത് വാങ്ങിക്കണം. അല്ലാതെ എങ്ങനെയാണ്? അല്ലെങ്കിൽ കള്ളനോട്ടടിക്കണം. സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റില്ല. അല്ല കുഴിച്ചെടുക്കണം, കുഴിച്ചാൽ അത് വരുമില്ല. അല്ല ഉലുത്തണം, ഉലുത്തിയാൽ വീഴുമില്ല. എങ്ങനെ? നിങ്ങൾ ഒരാൾക്ക് സൗജന്യം കൊടുത്ത് നിങ്ങൾ അയാളുടെ പ്രീതി വാങ്ങിച്ച്, നിങ്ങൾ അയാളുടെ വോട്ട് വാങ്ങിച്ച്, നിങ്ങൾ ഭരണം വാങ്ങിച്ചാൽ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെടുത്ത് കുറയും. അതോ നിങ്ങളുടെ ആഗ്രഹങ്ങളനുസരിച്ച് ഇത് വർദ്ധിക്കത്തൊന്നുമില്ലല്ലോ. ഇല്ല, ടാക്സ് കളക്ഷനും വർദ്ധിക്കത്തില്ല. അപ്പോൾ 3 രൂപ വെച്ച് കൂട്ടി. എല്ലാവരും വളരെ നല്ല. വേറെ ഒരു സ്റ്റേറ്റിലും കൂട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ പെർ ലിറ്റർ ഫ്രം 99 നിന്ന് 102 രൂപ 87, 3 രൂപ കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ 85-93 ആയിരുന്നു ഡീസലിന്, അത് 88-95 ആയിരുന്നു. നിങ്ങൾ വിചാരിക്കും ഇത് കുറഞ്ഞ വിലയല്ലേ എന്ന്. കേരളവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കുറഞ്ഞ വിലയാണ്. അത് കേട്ട് നിങ്ങൾ ഇത് വേറെ, ഇത് കേരളമാണ്. എന്നാലും അവിടെ നിന്ന് 3 രൂപ കൂടി, അത്ര ഞാൻ പറഞ്ഞോളൂ.